ഹലോ ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഷുവറായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവും. അതുകൊണ്ട് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടമായാലൊന്ന് ഷെയറും കൂടി ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ പ്രൊഡക്റ്റ് സെയിൽ ആവുന്നില്ല എങ്കിൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ചൂസ് ചെയ്ത് നോക്കുക. ഞാനൊരു 3-4 ഐഡിയാസ് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എനിക്ക് ഡുബിസലിനകത്ത് സെയിൽ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഞാൻ ചെയ്യാറ് ഫേസ്ബുക്കിൽ മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് പോയിട്ട് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുക. നമുക്ക് എല്ലാത്തിനും അതിൽ ഓപ്ഷൻ വരും കേട്ടോ. ആ അപ്ലോഡ് ചെയ്തതിന് ശേഷം അതിനകത്ത് കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടത്, അതൊക്കെ ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റ് അവിടെ പോസ്റ്റായി കാണും. ആ പോസ്റ്റായിട്ട് ഒരു പക്ഷേ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ആൾക്കാർ വിളിച്ചു തുടങ്ങും. അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് അവർക്ക് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഷുവറായിട്ടും അവർ വിളിക്കും. ഞാൻ കൂടുതലും എല്ലാ ഐറ്റംസും ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സെയിൽ ചെയ്യുന്നത് അതിലായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞില്ല അങ്ങനെ ചെയ്യാറില്ല, പക്ഷേ ഇടയ്ക്ക് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അതിലായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് സ്പോട്ട് തന്നെ സെയിലാവുന്നുണ്ട്. മാർക്കറ്റ് പ്ലേസിനകത്ത് സെയിൽ ചെയ്ത് നോക്കുക. നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് അതിനകത്ത് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പോസ്റ്റ് അവിടെ അങ്ങ് കിടക്കും. പോസ്റ്റായിട്ട് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ആൾക്കാർ ആവശ്യമുണ്ടെങ്കിൽ ഷുവറായിട്ടും വിളിച്ചു തുടങ്ങും. അപ്പോൾ എനിക്കൊക്കെ അങ്ങനെയാണ് കേട്ടോ. ഒരു 5 മിനിറ്റ് പോസ്റ്റായിട്ട് ഞാൻ കൂടുതലും എനിക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഞാൻ അതിനകത്ത് സെയിൽ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഡുബിസിൽ നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതിനകത്ത് നിങ്ങൾ പോസ്റ്റ് ചെയ്ത് നോക്കുക. ഷുവറായിട്ടും അതും നിങ്ങൾക്ക് ഈസിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അത് മാത്രമല്ല, പിന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് നിങ്ങൾ പോസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ അതിലും ആവശ്യമുണ്ടെങ്കിൽ ആൾക്കാർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്തിരിക്കും. ഇതുപോലെ ഹെയർ ബാൻഡ്സും ഹെയർ ക്ലിപ്സൊക്കെ ഇഷ്ടം പോലെ പോകുന്നുണ്ട്. കാരണം കുട്ടികളുണ്ട് അല്ലേ, എല്ലാവർക്കും കുട്ടികളുണ്ട്. കുട്ടികൾക്ക് ഷുവറായിട്ടും ഇതൊക്കെ ആവശ്യമുള്ളതാണ്. അപ്പോൾ ഒരാൾ വാങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ഫാമിലീസിലൊക്കെ അവർ ഷെയർ ചെയ്യുവാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഓർഡർ എടുക്കാൻ പറ്റും. ഇപ്പോൾ UAE-ലാകുമ്പോൾ നിങ്ങൾ ഒന്നുകിൽ ഡുബിസിൽ ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ മാർക്കറ്റ് പ്ലേസ് ചൂസ് ചെയ്യുക. ഷുവറായിട്ടും അതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാതിരിക്കില്ല. പിന്നെ ആദ്യം ചില ആൾക്കാരുടെ ലക്ക് പോലെ ഇരിക്കും കേട്ടോ. ചില ആൾക്കാർ എന്ത് തുടങ്ങിക്കഴിഞ്ഞാലും സ്റ്റാർട്ടിങ്ങിലൊന്നും അത് അങ്ങനെ സക്സസ് ആവില്ല. പക്ഷേ നമ്മളത് ഇത് സക്സസ് ആവുന്നില്ല എന്ന് വെച്ചിട്ട് ഒരിക്കലും പിറകോട്ട് പോകാൻ നിൽക്കരുത്. ഡെയിലി അങ്ങ് അപ്ലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക, പോസ്റ്റ് അങ്ങ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നമ്മളിങ്ങനെ കണ്ടിന്യൂസ്ലി ചെയ്യുമ്പോൾ അതിന് കുറച്ച് മാറ്റങ്ങൾ സംഭവിക്കും. അല്ല നമ്മൾ ആദ്യം പോസ്റ്റ് ചെയ്ത് പിന്നെ അന്ന് തന്നെ ഓർഡർ കിട്ടണമെന്നൊന്നുമില്ല. ചില ആൾക്കാർക്ക് സ്പോട്ടിന് തന്നെ കിട്ടും. ഞാൻ പറഞ്ഞ ലക്ക് എന്ന് പറയുന്നൊരു സംഭവം കൂടിയുണ്ട് കേട്ടോ ബിസിനസ്സിൽ. അപ്പോൾ ലക്ക് നമുക്കുണ്ടെങ്കിൽ ഷുവറായിട്ടും അതും നല്ല രീതിയിൽ സക്സസ് ആവും. നല്ല ജലദോഷമുണ്ട് കേട്ടോ. പിന്നെ എനിക്കിന്ന് വീഡിയോ ഞാൻ പറഞ്ഞില്ല, കുറച്ച് ആൾക്കാർ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു ജലദോഷം ഉണ്ടായിട്ട് പോലും ഇന്ന് വന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങ് നോക്കുക. പിന്നെ അതുകൂടാതെ നമ്മൾ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ ഫേസ്ബുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ടിക്ടോക്കിൽ ലൈവായിട്ട്, ഇവിടെയൊക്കെ ആണെങ്കിൽ ടിക്ടോക്കിൽ ലൈവായിട്ട് ബെഡ്ഷീറ്റ്സ് ആണെങ്കിലും കേർട്ടൻസ് ആണെങ്കിലും ഡ്രസ്സസ് ആണെങ്കിലും രാത്രി അങ്ങ് പെണ്ണുങ്ങളങ്ങ് ഇരുന്നിട്ട് ലൈവിൽ അങ്ങ് സെയിലാണ് നടക്കുന്നത്. ഒരുപക്ഷെ അവർക്ക് ലൈസൻസ് ഉണ്ടാവും, നമ്മളത് നോക്കണം. നമുക്ക് ലൈസൻസ് വേണം. ഇവിടെ എന്ത് ചെയ്യണമെങ്കിലും നമുക്ക് ലൈസൻസ് നിർബന്ധമാണ്, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഫൈൻ കിട്ടും. അപ്പോൾ അതുകൂടി സൂക്ഷിച്ചിട്ട് നിങ്ങൾ ചെയ്യുക കേട്ടോ. ഇവിടെ പിന്നെ നാട് പോലെയല്ല, നമുക്ക് എന്ത് ചെയ്യുകയാണെങ്കിലും നമുക്കതിന് ലൈസൻസ് വേണം, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഫൈൻ കിട്ടും. ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ചെക്കിങ്ങിന് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫൈൻ കിട്ടും. അപ്പോൾ അത് നിങ്ങൾ സൂക്ഷിക്കുക. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ലൈസൻസ് എടുത്തിട്ട് എന്ത് വേണമെങ്കിലും തുടങ്ങിക്കോളാം, ഒരു പേടിയും വേണ്ട. പക്ഷേ ഞാനിപ്പോൾ എപ്പോഴും രാത്രി 1 മണിയൊക്കെ കഴിഞ്ഞാൽ ടിക്ടോക്കിനകത്ത് കാണാം പെണ്ണുങ്ങൾ അങ്ങനെ ഇരുന്നിട്ട് ഈ സൽവാർ മെറ്റീരിയൽസും അതുപോലെ റെഡിമെയ്ഡ് ഡ്രസ്സസും എല്ലാം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഓരോന്നിൻ്റെ പ്രൈസ് അങ്ങ് പറയും. എന്നിട്ട് അപ്പം തന്നെ അവർക്ക് ആ സ്പോട്ടിന് തന്നെ ഓർഡർ കിട്ടുകയാണ്. എല്ലാം ആ ഒരു 2 മണിക്കൂർ 1 മണിക്കൂറിൽ അവരെല്ലാം വിറ്റഴിക്കുന്നത് കാണാം. പക്ഷെ അതും ഒരു ഐഡിയ ആണ് കേട്ടോ. ടിക്ടോക്ക് ലൈവിൽ നല്ല രീതിയിൽ ബിസിനസ് ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും അത് ധൈര്യം വരണമെന്നൊന്നുമില്ല. അതിനെപ്പറ്റി അറിയാത്തവർക്ക് ഒരു പേടി കാണും. എങ്ങനെയാണ് ടിക്ടോക്കിനകത്ത് പോയി കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവോ, വീഡിയോ അങ്ങനെയാവോ ഇങ്ങനെയാവോ, അങ്ങനെ ഒന്നും ഇവിടെ പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് UAE ആണ് അല്ലേ. അപ്പോൾ ഇവിടെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ അങ്ങനെ ഒരു പേടി വേണ്ട. ഇവിടെ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അതിനുള്ള ഒരു സൊല്യൂഷനും ഇവിടെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പേടി വേണ്ട കേട്ടോ. നിങ്ങൾ എങ്ങനെ ബിസിനസ് ചെയ്യുവാണെങ്കിലും ധൈര്യത്തിൽ അങ്ങ് മുമ്പോട്ട് ഇറങ്ങിക്കോളുക. അപ്പം ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ അങ്ങ് ശ്രദ്ധിക്കുക. മാർക്കറ്റ് പ്ലേസ്, ഡുബിസിൽ, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, അതുപോലെ ടിക്ടോക്ക്. ഇപ്പം ഞാനെന്താ ഒരു 5 മേഖലയാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അതുകൂടാതെ നമ്മുടെ തന്നെ വാട്സപ്പിനകത്ത് സ്റ്റാറ്റസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഓർഡേഴ്സ് എടുക്കാൻ പറ്റും. അതുകൂടാതെ വേറൊരു കാര്യം കൂടിയുണ്ട് കേട്ടോ.
അതുകൂടാതെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് നല്ല ഇൻഫ്ലുവൻസേഴ്സ് ആയിരിക്കണം. അല്ല ചില ആൾക്കാർ വ്യൂസൊക്കെ കയറ്റുന്നുണ്ട്, വെറുതെ വ്യൂസും ഷെയർസും ഒക്കെ കയറ്റിയിട്ട് അങ്ങ് എന്താ പറയുക ഇൻഫ്ലുവൻസേഴ്സ് ആണെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കൊന്നും ഒരിക്കലും നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റ് അയച്ചു കൊടുക്കരുത്. അവർ ഫേക്കാണ്. അതല്ലാതെ ഒറിജിനലായിട്ട് നമുക്ക് തോന്നുന്ന ആൾക്കാരുണ്ടാവും, അവർക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് അയച്ചു കൊടുക്കുക. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നവർ. ചില ആൾക്കാർ ക്യാഷിന് വേണ്ടി തന്നെ എന്ത് കോപ്രായം ചെയ്യുന്ന ടീംസ് ഉണ്ട് ഇപ്പോൾ. യൂട്യൂബിനകത്താണെങ്കിലും ഉണ്ട്, ടിക്ടോക്കിനകത്താണെങ്കിലും ഇൻസ്റ്റയിലും ഉണ്ട്. ഇൻസ്റ്റയിലാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ നടക്കുന്നത്. പ്രൊമോഷൻസിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു വെക്കുന്നുണ്ട്, ജെനുവിൻ അല്ല. എന്താ പറയുക, 100K ഒക്കെ 1000 രൂപീസും 2000 രൂപീസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്കൊന്ന് ഫോളോവേഴ്സ് ആണെങ്കിലും എല്ലാം കിട്ടുന്നുണ്ട്, എന്ത് വേണമെങ്കിലും കിട്ടുന്നുണ്ട്. പക്ഷെ അത് ജെനുവിൻ അല്ല കേട്ടോ. ജെനുവിൻ ആയിട്ടുള്ള ആൾക്കാർക്ക് നിങ്ങൾ കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് അങ്ങ് അയച്ചു കൊടുക്കുക. ഷുവറായിട്ടും അവർ പ്രൊമോഷൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ കിട്ടും. അവർ നല്ല ആൾക്കാരാണെങ്കിൽ. പിന്നെ ഞാൻ പറഞ്ഞു, ചില ആൾക്കാർ വ്യൂസ് കയറ്റും, വെറുതെ 100K 200K ഒക്കെ 1000 രൂപീസൊക്കെ കൊടുത്ത് കയറ്റും. അങ്ങനെ പിന്നെ പ്രൊമോഷൻസിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ഒരാൾ അവരെ പ്രൊമോഷൻ അങ്ങ് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അവരുടെ ഓർഡേഴ്സ് കിട്ടില്ല. കാരണം അവർ ഉഡായിപ്പാണ്. അപ്പം അങ്ങനെയുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ വിശ്വസിക്കരുത്. നല്ല ആൾക്കാരെ മാത്രം നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. ഒരിക്കലും വ്യൂസ് കാര്യങ്ങൾ നോക്കിയിട്ടല്ല. നമ്മളൊരു ആൾക്കാരുടെ ഒരു ജെനുവിനാലിറ്റി, എന്താ പറയുക, ആൾക്കാരുടെ ഒരു ജെനുവിൻ അല്ലേ, ആൾ പക്കയാണോ ജെനുവിൻ ആണോ എന്ന് നമ്മൾ അത് മനസ്സിലാക്കുക. അല്ലാതെ കയറ്റിയ വ്യൂസ് കണ്ടിട്ട് ഒരിക്കലും പ്രൊമോഷന് കൊടുക്കരുത്. മനസ്സിലായോ? അപ്പോൾ ആളെ നമ്മൾ ആദ്യം വിലയിരുത്തണം. ആ വിലയിരുത്തിയതിന് ശേഷം അവർക്ക് നമ്മളുടെ പ്രൊഡക്റ്റ് അയച്ചു കൊടുക്കുക. അപ്പോൾ അവർ ഒരുപക്ഷെ നിങ്ങളുടെ പ്രൊഡക്റ്റ് പ്രൊമോഷൻ ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ഓർഡേഴ്സ് കിട്ടും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നത്. മീൻസ് നിങ്ങളുടെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്തിട്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നത് ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊക്കെ കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുണ്ടായിരുന്നത്. എനിക്ക് ഓൾമോസ്റ്റ് 25 ഐഡിയയിൽ നിന്നും ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ എനിക്ക് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞില്ല, ജലദോഷം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോയുമായിട്ട് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റയിൽ വന്നിട്ട് പേഴ്സണൽ മെസ്സേജ് ചെയ്യാം. എൻ്റെ ഇൻസ്റ്റ ID ചെമ്മു ഷെരീഫ് എന്നാണ് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അത്യാവശ്യം നല്ല രീതിയിൽ വയ്യ. ഞാൻ പറഞ്ഞില്ല, ജലദോഷം തലവേദനയും കണ്ണൊക്കെ ആകെ എന്തൊക്കെയാണ് ആയിരിക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ പറ്റുവാണെങ്കിൽ ഞാൻ നല്ലൊരു വീഡിയോ ചെയ്യാം. ഓക്കെ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പറഞ്ഞു, ഇന്ന് ജലദോഷം ആയതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു ഇതില്ല. പിന്നെ മക്കൾക്ക് എക്സാമാണ്, അങ്ങനെയൊക്കെ ആയിട്ട് ഫുള്ളങ്ങ് ബിസിയാണ് കേട്ടോ. ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. ഓക്കെ, ക്ഷമിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഞാൻ പറഞ്ഞു, നമ്മുടെ ഇൻസ്റ്റഗ്രാം ഒന്ന് മെയിനായിട്ട് ഫോളോ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ അതിലങ്ങ് ചോദിക്കുക കേട്ടോ, ചെമ്മു ഷെരീഫ്. ഓക്കെ. പിന്നെ ഞാൻ അതിനകത്ത് ഷോർട്ട് വീഡിയോസ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണുക. അപ്പോൾ എനിക്കിന്ന് ഞാൻ പറഞ്ഞ സംസാരിക്കാൻ കൂടി നേരെ പറ്റുന്നില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ ഞാൻ എന്താ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. താങ്ക്സ് ഫോർ വാച്ചിങ്.